സൂപ്പർ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി മാവിൻ്റെ ഒരു അണ്ടിയാണ്. നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, കടയിൽ നിന്ന് പല വെറൈറ്റി ടേസ്റ്റുള്ള മാങ്ങകളൊക്കെ നമ്മൾ കഴിക്കാറുണ്ടായിരിക്കും, അതേപോലെ തന്നെ വിദേശത്തു നിന്ന് മാങ്ങ കഴിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോഴൊക്കെ ഉള്ള സംശയമാണ് ഇതിൻ്റെ അണ്ടി കൊണ്ടുവന്ന് നമുക്ക് മുളപ്പിച്ചിട്ട് തൈയാക്കി എടുത്തൂടെ എന്നുള്ളത്. ഇതിനൊരു എക്സ്പ്ലനേഷനാണ് നമുക്കിന്ന് വേണ്ടത്. ഈ മാങ്ങൻ്റെ അണ്ടി ഓരോ വിദേശ മാവിൻ്റെ തൈകൾ നമ്മൾ കളക്ട് ചെയ്യുന്ന പോലെ തന്നെ മാങ്ങൻ്റെ അണ്ടി വെച്ചിട്ട് നമുക്ക് തൈ ഉണ്ടാക്കിക്കൂടെ? എല്ലാവരുടെ ഒരു സംശയമാണ്, അണ്ടി മുളപ്പിച്ചാൽ അതേ മാങ്ങ ലഭിക്കുമോ അല്ലെങ്കിൽ ലഭിക്കില്ല എന്നുള്ളത്. എന്നാൽ ഇത് മാങ്ങയെ സംബന്ധിച്ചിടത്തോളം ഈ അണ്ടി അഥവാ രണ്ട് വിധത്തിലാണ് വരുന്നത്, അഥവാ പോളി എംബ്രോണിക്കും മോണോ എംബ്രോണിക്കും. പോളി എന്ന് പറഞ്ഞാൽ ബഹുഭ്രൂണിയും, മോണോ എന്ന് പറഞ്ഞാൽ ഏകഭ്രൂണിയാണ്. ഏകഭ്രൂണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടി മുളപ്പിച്ച് കഴിഞ്ഞാൽ അതേ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള മാങ്ങ നമുക്ക് ലഭിക്കില്ല. മറ്റൊരു മാങ്ങ അല്ലെങ്കിൽ മറ്റ് ഏതിൽ നിന്നാണോ പരാഗണം നടന്നത് സമ്മിശ്രമായ ഒരു മാങ്ങയായിരിക്കും നമുക്ക് ലഭിക്കുക, അതേ മാങ്ങ ലഭിക്കില്ല. അതേസമയം പോളിയാണെങ്കിൽ ഒന്നിലധികം മുകളങ്ങളുണ്ടായിരിക്കും. അത് ഒരു തൈ അണ്ടി നമ്മൾ മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ 2-3 മുളകൾ പൊട്ടി വരാറ് കാണാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരം മാവുകൾ മാതൃസ്വഭാവം കാണിക്കും, അഥവാ നമ്മൾ കഴിച്ച മാങ്ങയുടെ അതേ ടേസ്റ്റ് നമുക്ക് അത്തരം മാങ്ങകൾ ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഉദാഹരണത്തിന് നമുക്ക് പ്രിയൂര്, മൂവാണ്ടന്, ഒളോറ്, കോമാങ്ങ, അതുപോലെ തന്നെ കുളമ്പ്, ഇങ്ങനെയുള്ള മാങ്ങകളൊക്കെ തന്നെ ബഹുഭ്രൂണിയാണ്. അപ്പോൾ ബഹുഭ്രൂണിയായ മാങ്ങകൾ നമ്മൾ മാങ്ങയുടെ അണ്ടി മുളപ്പിച്ച് കഴിഞ്ഞാൽ അതേ സ്വഭാവത്തിലുള്ള മാങ്ങ ലഭിക്കും. അതേസമയം ഏകഭ്രൂണിയായിട്ടുള്ള അണ്ടി മുളച്ച് കഴിഞ്ഞാൽ അതേ സ്വഭാവത്തിലുള്ള മാങ്ങ ലഭിക്കില്ല. അപ്പോൾ ബഹുഭൂരിപക്ഷവും ഏകഭ്രൂണിയായിട്ടുള്ള മാവുകളാണുള്ളത്, അഥവാ മാതൃ സ്വഭാവം കാണിക്കാത്ത മാവുകളാണുള്ളത്. നമ്മളിത് ഈ ഒരു അണ്ടി കുഴിച്ചിട്ട് ഇപ്പൊ ഇത് ഏകഭ്രൂണിയാണെന്ന് വിചാരിക്കാം, മാതൃസ്വഭാവം കാണിക്കാത്താന്ന് വിചാരിക്കാം. ഈ തൈ പൊന്തി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും മാവിന്റെ ഇനായിരിക്കും പിന്നെ കിട്ടുക? അത് എങ്ങനെയായിരിക്കും അതിൻ്റെ? അല്ല, അതേ ഇനം കിട്ടില്ല. അതും രണ്ടും കൂടി കലർന്ന മറ്റൊരു ഇനമായിട്ടാണ്, അത് ഒരു ഉരുത്തിരിഞ്ഞ് വരുന്ന മറ്റൊരു ഇനമാണ് നമുക്ക് ലഭിക്കുക. അഥവാ നമ്മളിപ്പോൾ ഹൈബ്രിഡുകളൊക്കെ ഉണ്ടാക്കുമല്ലോ. ഹൈബ്രിഡ് ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ ഹൈബ്രിഡ് മാവ് എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ സ്വഭാവമുള്ള മാവിൻ്റെ പരാഗണം നടത്തിയിട്ട് അത് പ്രത്യേക രീതിയിൽ നമ്മൾ അതിനെ വികസിപ്പിച്ചെടുക്കുന്ന അതിനെയാണ് നമ്മൾ പറയുന്നത് ഹൈബ്രിഡ്. അഥവാ രണ്ട് സ്വഭാവമുള്ള മാവുകളായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വരുന്നത് മറ്റൊരു സ്വഭാവത്തിലുള്ള ഒരു ഉരുത്തിരിഞ്ഞ് വരുന്ന മറ്റൊരു ഇനമായിരിക്കും. അതിനെയാണ് ഹൈബ്രിഡ് അല്ലേ? ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു അണ്ടി കുഴിച്ചിട്ടേക്കാം, അത് ഇനി ബഹുഭ്രൂണി ആയിക്കോട്ടെ ഏകഭ്രൂണി ആയിക്കോട്ടെ, ഈ ഒരു അണ്ടി കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാഴ്ചിട്ട് ഇതിൽ നിന്നൊരു പഴം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര കാലതാമസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം ചില മാവുകൾ വർഷങ്ങളെടുക്കും, ചിലപ്പോൾ 15 വർഷം, 20 വർഷം, 30 വർഷമൊക്കെ എടുക്കും ചില മാവുകൾ കായ്ക്കാനായിട്ട്. അപ്പം നമുക്കറിയാം, ചില മാവുകൾ കായ്ച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ അപൂർവം ചില മാവുകളാണ് 5-4 കൊല്ലം കൊണ്ട് അണ്ടി മുളപ്പിച്ച് കായ്ക്കുന്നത്. മറ്റ് ബഹുഭൂരിഭാഗവും 10 വർഷവും 15 വർഷവും ഒക്കെ എടുത്തിട്ടാണ് കായ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹൈബ്രിഡ് മാവുകളും ബെഡും ഗ്രാഫ്റ്റും ഒക്കെ ചെയ്ത മാവിനങ്ങൾ വെക്കാനുള്ള കാരണം പെട്ടെന്ന് കായ്ക്കാൻ. അപ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് വേണമല്ലോ, അങ്ങനത്തെ ഒരു യുഗത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കുറേ കാലം ഒരു മാവ് നട്ട് കുറേ കാലങ്ങൾ കാത്തിരുന്ന് അതിൽ നിന്ന് ഒരു മാങ്ങ കഴിക്കണം എന്നുള്ള ആ കാലം സങ്കല്പമൊക്കെ പോയി. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ പല സുഹൃത്തുക്കളും ചോദിക്കും, അടുത്ത കൊല്ലം കായ്ക്കുമെന്നാണ് ചോദിക്കും, ഒരു മാവിൻ്റെ തൈ ഉണ്ടായാലും. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ഫാസ്റ്റായി കഴിഞ്ഞ്. അപ്പോൾ ഈ ലോകം തന്നെ നമുക്കറിയാലോ ഇപ്പോൾ. അപ്പോൾ കാത്തിരിക്കാൻ ആരെ സംബന്ധിച്ച് സമയമില്ല. അപ്പോൾ എല്ലാം പെട്ടെന്ന് വേണം. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കായ്ക്കുന്ന രീതികളിലേക്ക് ലോകം മാറിയത്. ബഡ് ചെയ്ത ഒരു വെറൈറ്റി വിദേശ ഇനം ഹൈബ്രിഡ് വെറൈറ്റി നമ്മൾ വീട്ടിൽ വെച്ച് അത് കായ്ച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ കമ്പുകളിൽ നിന്ന് നമുക്ക് തൈകൾ വേണമെങ്കിൽ ഉൽപ്പാദിപ്പിച്ചൂടെ? അതിൻ്റെ കമ്പുകൾ എടുത്ത് ബെഡോ ഗ്രാഫ്റ്റോ നമുക്ക് ചെയ്യാം. പക്ഷേ അതിൻ്റെ അണ്ടി മുളപ്പിച്ച് കഴിഞ്ഞാൽ ഇതേ സ്വഭാവം തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ പോളി എംബ്രോണിക്കും മോണോ എംബ്രോണിക്കും 2 വിഭാഗം ഉണ്ടല്ലോ. അപ്പോൾ അത് ഏകഭ്രൂണി ആണെങ്കിൽ നമുക്ക് അത് മാതൃസ്വഭാവം ലഭിക്കില്ല. ബഹുഭ്രൂണി ആണെങ്കിൽ മാതൃസ്വഭാവം ലഭിക്കും. ഉദാഹരണം പ്രിയൂരും വാണ്ടൻ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അത്തരം മാങ്ങ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതേ സ്വഭാവത്തിലുള്ള മാങ്ങ കിട്ടും.
നമ്മൾ അണ്ടി മുളപ്പിക്കണ രീതി ഒഴിവാക്കുകയാണ് ഏറ്റവും ബെറ്റർ അല്ലേ? സമയവും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അണ്ടി മുളപ്പിച്ച് മാങ്ങ കായ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദീർഘകാലം അതിനു വേണ്ടി കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് എനിക്കൊന്നും എന്നെ സംബന്ധിച്ചുള്ള ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അണ്ടി എടുത്തുക്കുന്ന പരിപാടി ഒന്നുമില്ല. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രൂട്ട്സ് വെറൈറ്റികളൊക്കെ പലതിന്റെ ഒക്കെ കുരുകൾ കളക്ട് ചെയ്യും എവിടെയെങ്കിലും പോകാൻ സമയത്ത്. നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അണ്ടിന്റെ പിന്നാലെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല നഴ്സറികളിൽ നിന്ന് എങ്ങനെ ആയാലും പിന്നെ ബെഡോ ഗ്രാഫ്റ്റ് ചെയ്ത് തൈകൾ ലഭിക്കും. അപ്പോൾ അത്തരം തൈകൾ വളരെ പിന്നെ 200 രൂപ തൊട്ടിട്ട് തന്നെ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ബെഡ് ചെയ്ത തൈകളൊക്കെ ലഭിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വാങ്ങിച്ച് വെക്കുകയാണല്ലോ ഏറ്റവും ലാഭം. ഒരു 200 രൂപ മുടക്കാൻ കഴിയാത്തവനൊക്കെ ഇന്നുണ്ട് നമ്മളെ ഈ പ്ലാന്റ് വാങ്ങുന്ന കാര്യത്തിലല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ മാവിന്റെ കാര്യത്തിൽ ഈ സീഡ് അങ്ങനെ ഉപയോഗിക്കണക്കായി നല്ലത് മറ്റേ ബഡോ ക്രാഫ്റ്റ് ചെയ്ത് വാങ്ങണ നല്ലത്. മറ്റ് ചില ഫ്രൂട്ട്സുകളിൽ ചിലപ്പോൾ ഒരു പക്ഷേ സീഡ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞാലൊക്കെ മുളക്കുന്നൊക്കെ അങ്ങനെ കായ്ക്കുന്നത്. പിന്നെ ഈ റംബുട്ടാനൊക്കെ ഇവിടെ ബഡ് ചെയ്തതിനാണ് സക്സസ്. തൈ മുളപ്പിച്ചൊക്കെ കുറെ കാലമായിട്ടാണ് കായ്ക്കുന്നത്. അത് ഞാൻ നോക്കിയത്. എന്നാലും ഇപ്പൊ അബിയു നമ്മൾ പറഞ്ഞ അബി ഇപ്പൊ ബെഡും ഗ്രാഫ്റ്റും ഒന്നുമില്ല, അത് അതിന്റെ സീഡാണ് കൊടുക്കുന്നത്. 2-2.5 വർഷം കൊണ്ട് അബി കായ്ക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പിന്നെ വെറൈറ്റി ആയിട്ടുള്ള എക്സോട്ടിക് ഫ്രൂട്ടുകളൊക്കെ ഉണ്ട് പെട്ടെന്ന് കായ്ക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പിന്നെ കമ്പ് ഒടിച്ചു കുത്തിയാൽ തന്നെ 1 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു. ഇന്ന് ഈ ഒരു ടോപ്പിക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് തന്നതിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കും.